തണുപ്പ്, നല്ല തണുപ്പ്, മഴയില്ല, എല്ലാത്തിനും രസമുള്ള ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥ അല്ലേ? നല്ല കാലാവസ്ഥ. അച്ചുട്ടി എന്താണ് അമ്മുട്ടിയുടെ ചോറ്റുംപാത്രം എടുത്തിട്ട് വന്നില്ലേ പൊന്നാ? തണുപ്പായതും കൊണ്ടും എന്താ അലറ അടിക്കാത്തതും കൊണ്ടും രാവിലെ എണീക്കുമ്പോൾ എന്തായി? നേരം വൈകില്ലേ? ഇരിക്കാൻ കുറച്ച് നേരം വൈകിട്ടോ. ഇപ്പം കുട്ടികൾക്ക് പോകാനേ ചെറുപ്രാ പറഞ്ഞിട്ടുള്ള പണികളാണ്. ബീൻസും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അവിടെ ഗ്യാസ് തീർന്നിട്ട് ഇപ്പം എത്ര ദിവസമായി പറഞ്ഞിട്ടാ? ഇനി ഇന്ന് 1-ാം തീയതി ആയില്ലേ? 2-ാം തീയതി കഴിഞ്ഞാൽ നാളെ മറ്റന്നാ കിട്ടില്ലേ? മറ്റന്നാ ഗ്യാസ് കിട്ടും. ഗ്യാസ് ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ ചിലപ്പോൾ എൻ്റെ കൈ പോവും. ഞാനെന്താ ഈ നായ തിരിയണ പോലെ തിരിയണ്? എനിക്കു തരാൻ എന്താണെന്നറിയോ? വാഴയില കുതിർപ്പുട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ കേട്ടോ. ഒരു ചൂടോടെ അവർ കഴിച്ചോളും. അവർ കഴിച്ചാവുമ്പോഴേക്കും എൻ്റെ പണിയും കഴിയില്ലേ? അമ്മുട്ടി എടുത്ത് കഴിച്ചോളി. ആയിക്കണേ, വേണ്ടത് വേഗം വേഗം എടുത്ത് കഴിക്കും. ചായ കൂട്ടിയിട്ട് കഴിക്കടാ ഉണ്ണി. തുള്ളി കുതിർപ്പുട്ടിന് കറി വേണ്ടല്ലോ പറഞ്ഞിട്ടാ. അമ്മോ സ്പൂണപ്പുറത്തില്ലേ? അവിടെ നിന്ന് എടുക്ക്. ഒക്കെ കയ്യും ചോട്ടിക്ക് എത്തിക്കണ്ട. ചില സമയത്തില്ലേ ഒക്കെ ചെയ്യേണ്ടി വരും ഒറ്റയ്ക്ക്. നേരം വൈകില്ല അല്ലെങ്കിൽ അങ്ങനെ പറയണേ എപ്പോഴും ആക്ക ഉണ്ണി. നീ അത് കഴിക്കുണ്ണി. ഒന്നേ നീ അത് കഴിച്ചു കഴിഞ്ഞോ? ഇനി ഏട്ടാ നമുക്ക് അമ്മൂന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രങ്ങൾ വാങ്ങണം കേട്ടോ. അമ്മൂട്ടിക്കൊക്കെ കുഞ്ഞു പാത്രങ്ങളെ ഇഷ്ടമുള്ളൂ. അമ്മൂന് വലിയ പാത്രത്തിൽ കഴിക്കണോ ഇഷ്ടമല്ല. അതേപോലെ ഇതിന്റെ പ്ലേറ്റുകള് വേറെ കളർ പ്ലേറ്റുകളില്ലേ, അതിൽ കഴിക്കണത് അവൾക്ക് ഇഷ്ടമല്ല. ചോറിന് ഉപ്പേരി കൊണ്ടുപോകുന്ന പാത്രല്ലേ, അങ്ങനത്തെ ഒന്നും വാങ്ങാം. അത് മതിയമ്മോ? സാരല്ല, പാത്രം അപ്പുറത്തുണ്ട് ഇരിക്കണേ. അപ്പുറത്ത് ഇറങ്ങിട്ട് എടുക്ക്. മുട്ടിക്ക് അമ്മ കോഴി കുത്തണ പോലെ തിന്നോളൂ. കുഞ്ഞു എന്നാ പുട്ട് കഴിച്ചോ? ഫാനിന്റെ ചോട്ട് പോയിരുന്നു. എന്താ അതിന്റെ അടിയില് ടേബിളിന്റെ അടിയിലെ ഫാനിന്റെ ചോട്ടിലല്ല, അതാരം വന്ന് കുത്തുന്നു. അച്ഛോ എണ്ട കൊണ്ടുചി എന്റെ കുട്ടിച്ചു വേണ്ട. നീ എന്താ ലിബാമിട്ടാ? ചുണ്ട് വെള്ളണ്ടാ? പെണ്ണുമാ ഉറക്കം മാറിയില്ലേ? ഉറക്കം മാറിയില്ലേ? അമ്മ എന്നെ നോക്കി ചിരിക്കണ എന്താ മോന? പിന്നെ കുട്ടിക്ക് ചായ വേണോ? കുട്ടിക്ക് ചായ വേണോ? പിന്നെ പിന്നെമാ അമ്മ വലിയ കുട്ടിയായില്ലേ? എന്താപ്പോ ചായ വെച്ചോട്ടെ. അപ്പൊ അതാ ചായ ഇരിക്കണ അമ്മു. അവനല്ല, അല്ല അവൾക്കല്ല, പൊന്നൂണിക്ക് വന്നു. പൊന്നൂന് കരയണേന് മുമ്പേ കൊടുത്ത, കരയണേന് മുമ്പേയൊക്കെ കൊടുക്ക. അപ്പൊ അത് പിന്നെ അമ്മ ഓരോരുത്തർ ഇരുന്ന് കഴിക്കും. കുഞ്ഞാ ഇവിടെ ഇന്നോളൂ. അച്ഛനൊട്ടി അച്ഛ കൊണ്ടേക്കില്ലേ? പിന്നെന്താ ഇവിടെ ഇന്നോളൂ. അപ്പോ നേരെ ഇന്നോ സൂന്യ ബിസ്ക്കറ്റോടെ ചേർന്ന് കൊടുക്കേട്ടാ. അവള് എല്ലാരും വഴിയേക്കല്ലേ, വെറുതെ ധൃതി പിടിപ്പിച്ചിട്ടൊക്കെ പാടെ പൊരിക്കണ്ട.
ഒരു കുട്ടി കറിയുള്ളത് ഒക്കെ അറിയില്ല. ക്ലാസ് ക്ലാസ്സിൽ കൊടുത്താൽ അവൻ കറിയില്ല. അവൻ മെടുക്കാൻ കുട്ടിയാണ് അല്ലേ? പൊന്നാ ബിസ്ക്കറ്റ് വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ടേ? ഇന്നലെ മഴ അവനതിന് വേറെ എവിടെ ഇരുന്നാ പറ്റില്ല. പിന്നെന്തെങ്കിലും ചായ തട്ടിപ്പോണ്ട, കുറച്ച് വിട്ടു വെച്ചോ. രാവിലെ കറിയിക്കണോ അതോ അവന്റെ ഇഷ്ടത്തിനാട്ടോ നമ്മുടെ ഉപ്പേരി കഴിച്ചോട്ടോ. ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വൈകുന്നേരം ആയപ്പോഴേക്കും കറണ്ടും പോയില്ലേട്ടാ. കറണ്ട് എപ്പോഴാ വന്നേക്കണ്? ഒരു ഭാഗത്ത് ഇരുന്ന് കഴിച്ചൂടെ? പേരും പഞ്ചാര ഉതിർപ്പിട്ടും അല്ലേ? കുട്ടി കഴിച്ചു അല്ലേ? എരിവുണ്ടോ ഉപ്പുണ്ടോ? ആ ഫാൻ്റെ തൊട്ട് പോയിരുന്ന കുട്ടി ഫാൻ്റെ തൊട്ട് പോയിരിക്കും പറഞ്ഞ ചെയ്ത് ഓണാക്കണ്ണി തൊട്ട് പോയിരുന്നിട്ട് എന്താ? ആ പഴമുണ്ട്, പഴുത്തില്ല. ആ വാഴയില ഇത് കഴിക്ക് കഴിക്ക്. പഴല്ലേ അവിടെ? അവിടല്ലേ? കഴിഞ്ഞോ? അപ്പൊ ആരാ ഈ പഴമൊക്കെ തിന്ന് തീർത്ത്? പൊണ്ണൂശി. അല്ല പൊണ്ണൂശല്ല. ആ വട്ടത്തിലുള്ള പാത്രല്ലേ, ഇതപ്പ ആക്കി തരാം. എന്താണ് ഞങ്ങള് പോകുമ്പോഴേക്കും ഞങ്ങളുടെ പുറപ്പെടൽ കഴിയുമ്പോഴേക്കും ബസ് പോയി. ബസ്സിന്റെ പാട്ടിന് അല്ലേ ഞങ്ങളെ കൊണ്ടേക്കണം. ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് അല്ലേ? സന്തോഷം നല്ലട്ടെ, സങ്കടം വന്നിരിക്കുക ചീത്ത ഇട്ടിട്ട്. നാളെ നേരത്തെ നിൽക്കില്ലേ? നേരത്തെ നീച്ചതാണ്. നീച്ച് കഴിഞ്ഞപ്പോ ബിസ്ക്കറ്റ് കൊടുത്തപ്പോ ബിസ്ക്കറ്റ് വേണ്ട, റസ്ക് തന്നെ വേണം വന്നു. അല്ലേ? റസ്ക് ആണെങ്കിൽ അവിടെ ഇരുന്നു. അത് 2 മണിക്കൂർ ഇരുന്നിട്ടാ റസ്ക് വേണം പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ചെരുപ്പ് കാണല്ല, ഒന്നും കാണല്ല. കഴുകാനുള്ള പാത്രം എടുത്ത് പാത്രം കഴിക്കട്ടെ. അവൻ സപ്പോർട്ട് നോക്കി സന്തോഷം കൊണ്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് അല്ലേ? അപ്പൊ പുട്ട് കഴിച്ചോ? കുതിർപ്പുട്ട് രസമാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചൂടോടെ. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണെന്നറിയോ? നാടൻ കോഴിക്കറി അല്ലേ? കുറേ ദിവസമായി അനിയേട്ട നാടൻ കോഴി വാങ്ങാൻ പറയുന്നു. ഇത് നാടൻ കോഴി വറുത്തരച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ന് സാമ്പാർ വറുത്തരച്ച് വെക്ക, രസം ഉണ്ടിരിക്കണു അല്ലേ? മാറ്, ഞാൻ നിൽക്കട്ടെ. അവ അപ്പം തുടങ്ങി എൻ്റെ മടിയിലിരുത്താണ് കേട്ടോ. ഇനി അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടേക്കും. കൈ എങ്ങനെ മുറിഞ്ഞ്? കൈയിൻ്റെ അവിടെ മുറിഞ്ഞേക്കണോ അല്ലേ? വലിയമ്മോട് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ലടാ. വലിയമ്മോട് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ലടാ. നീക്ക് വലിയമ്മ ഇവിടെ നോക്കാം. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ. രാവിലെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നില്ലേ അപ്പയ്ക്കും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് ഞാനില്ലേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ 2 നൈറ്റികളാണ്. കണ്ടോ? ഇത് കോട്ടൺ നൈറ്റി അല്ല കേട്ടോ, പോളിസ്റ്റർ നൈറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇനി മഴയൊക്കെ അല്ലേ, മഴ വരുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ നമുക്ക് ഇടാലോ എന്ന് വിചാരിച്ച വൈകുന്നേരത്തല്ല, കാണുമ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് എടുക്കണത്. കട നല്ല കളറിലേട്ടാ. 318 രൂപയാണ് കേട്ടോ 2 പാടെ കൂടിയിട്ട്. അപ്പോൾ അമ്മ വന്നപ്പോൾ പറയുകയെ ഇങ്ങനെ അവിടെ വാങ്ങിയിട്ട് അവർ വാങ്ങിയിരുന്നു, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനത്തെ എടുത്തൂടേന്ന് ചോദിച്ചപ്പോൾ ഇതെന്തായാലും കീറിന വരെ ഇങ്ങനെ കളർ ഉണ്ടാവില്ലേ അല്ലേ? പോളിസ്റ്റർ അല്ലേ, കളറൊന്നും നല്ല രസമുണ്ടല്ലേ കളറ്.
ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനെടുത്ത. പിന്നെ ഇത് കറുപ്പാന്നാട്ടോ വിചാരിച്ചത്. കാലത്ത് ഇടാൻ പറ്റില്ല. വേനൽക്കാലത്ത് ഇടാൻ പറ്റില്ല. എൻ്റെ പൊന്ന ഒരു നൈറ്റി എടുക്കണ പൈസക്കാണ് കേട്ടോ അത് 2 തുറക്കണ്ട പൊന്നാരി ഉറുമ്പോ. പിന്നെ ഇത് എന്താ ഇതും ഒരു കരിനീല. ഇഷ്ടായോ കരിനീലാട്ടോ. അങ്ങനെ ഇത് 2 വാങ്ങിയതാണ്. നീ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നെയ്റ്റിയുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ നെയ്റ്റിയുടെ ഈ സൈഡ് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങനെ ഇത്ര ഭാഗം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ട അത്ര ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ നമ്മളിങ്ങനെ പോളിയോ ആയിട്ട് അവര് വന്ന് എഴുതിയതാ. എത്ര ഇറക്കാണോ നമുക്ക് വേണ്ടി പറഞ്ഞാൽ ആ ഇറക്കം നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വെട്ടും. ഇവിടെ വെട്ടിയിട്ട് നമ്മൾ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എന്താ ഇങ്ങനെ പറയുക നാട വെക്കാനുള്ള രീതിയിലാക്കിയിട്ട് ഇവിടുന്ന് കുറച്ച് ഗ്യാപ്പും കൊടുത്തിട്ട് അടിപ്പാവാടേക്കും കേട്ടോ. നെയ്റ്റിയും കൊണ്ട് 2 ഉപകാരമുണ്ട്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കേടുവന്ന് ഇതാവുമ്പോൾ അങ്ങനെ അടിപ്പാവാടേക്കും. ഇതിവിടെ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താ? പക്ഷേ പോളിസ്റ്ററല്ല, കോട്ടൻ്റെ ഉണ്ട് ഇത്രയും. പക്ഷെ നമ്മളത് നോക്കിയില്ല. എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ചന്തം കണ്ടിട്ട് എടുത്തു. അമ്മ പറയണേ പോളിസ്റ്റർ ഇട്ടേന്ന് വെച്ചാൽ നമ്മുടെ രക്തം കുടിക്കും. പോളിസ്റ്റർ കുടിക്കോ? ആ അമ്മ പറയണേ അന്ധവിശ്വാസം. കുടിക്കൊന്നുമില്ല, ചൂടുണ്ടാവും. ആ അവർക്ക് പഴയ എന്താ പൊന്നെ പഴയ ഇടാൻ സുഖമായിരിക്കും. പോളിസ്റ്റർ ആണെങ്കിൽ ചൂടടിക്കും. അതൊക്കെ തന്നെ അമ്മ അറിയാം. പോളിസ്റ്റർ ഇടണ്ട, പോളിസ്റ്റർ ഇതും എന്താ എടുത്തു എന്ന് പറഞ്ഞാൽ പറയാം. പോളിസ്റ്ററാണെന്ന് വെച്ചാൽ മാറ്റി കൊടുത്താലേ കോട്ടൻ്റെ തന്നെ എടുത്താൽ മതിയെന്ന്. അപ്പം അങ്ങനെ പണ്ടൊക്കെ എൻ്റെ അച്ഛനൊക്കെ കൊടുക്കണ മുണ്ടുകളൊക്കെ ഈ പോളിസ്റ്റർ മുണ്ടുകളാവും. അപ്പോൾ അത് കീറിയില്ലേ ചേട്ടാ എത്ര. പക്ഷേ ഉടുത്ത് കഴിഞ്ഞാൽ വേഗം അഴിഞ്ഞു പോകുന്നു മാത്രം. അയ്യോ നീ പേടിച്ചോ? ഞാനിന്ന് അമ്മ പോയി വിചാരിച്ചല്ലേ. നൈറ്റി നോക്ക് ആ കത്രിക എടുത്തിട്ട് പോയോ. കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നില്ലേ മീൻ വെട്ടാനും ചിക്കൻ വെട്ടാനൊക്കെ കത്രിക വാങ്ങാൻ. നമ്മൾ കത്രിക വാങ്ങിയിട്ടോ. പക്ഷെ അതില്ലേ ഏട്ടനെയാണ് അധികം ഉപയോഗിച്ച് ശീലമുള്ളൂ കേട്ടോ. എനിക്കത് ഉപയോഗിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ശീലത്തിന്റെ അല്ല ഒരു തപ്പലുണ്ടാവില്ലേ ചിലര് ഫുൾ കത്രിക കൊണ്ട് ചെതമ്പല് കളയലും ഒക്കെ കത്രികയും കൊണ്ടല്ലേ. അപ്പോൾ എനിക്കാണോ പറഞ്ഞാൽ കിട്ടണേ ഇല്ല കേട്ടോ. എങ്ങനെ പോയാലും കൈക്കില്ല. അതിൻ്റെ ഒരു ലെവലായി കിട്ടില്ല. ഒരു 3-4 പ്രാവശ്യം ചെയ്യേണ്ടി വരുമായിരിക്കും. കത്രിക എടുക്കേട്ടാ. ഓ ചുണ്ടനോണ് വന്ന് നോക്ക്. ഇതാ കണ്ടോ ബാ ഇത് നോക്കട്ടെ. ഇത് നാളെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു കാര്യത്തെ പിന്നെ നമ്മൾ മീൻ വാങ്ങിയില്ല, ഉണക്കമീൻ വാങ്ങിയുള്ളൂ അല്ലേ. ആ മഴ പെയ്തപ്പോൾ തുണിയെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതാ കണ്ടോ കത്രിക. അയ്യോ അത് മുറിയും, കൈ മുറിയും. വട പൊന്നെ അത് കൈ മുറിയും നമ്മുടെ പൊന്നിന്റെ. വലിയ സാധനം, ചെറിയ സാധനം. പോളിസ്റ്റർ ആയതുകൊണ്ട് ചന്തല്ലേ. സിൽക്ക് പോലെ കിടക്കല്ലേ. പക്ഷെ കോട്ടൻ്റെ പിന്നെ നമുക്കിയം എന്താണ്ടോ വെട്ടി തന്നെ ഇത് നമുക്കൊന്ന് ലെവലാവണം അല്ലേ. വല്യമ്മയ്ക്ക് ലെവലാവണം അല്ലേ. കുട്ടിന്ന് എവിടിച്ച് ബാലവാടിച്ച് പോയില്ലേ? പോയില്ല. ടീച്ചറെ കണ്ടില്ലേ? ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടില്ലേ? ആ നെഗറ്റീവ് കമൻ്റ് ഇട്ടവർ ആ കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയേക്കണു. അപ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലായിക്കണോ എന്താണെന്നറിയോ. അതായത് അവർക്ക് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഇല്ലേട്ടാ. അത് അങ്ങനെ തന്നെയല്ലേ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും പറയാം. ഒരാളെ കുറിച്ച് അത്രയും മോശമായ രീതിക്കൊക്കെ പറയാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി. വെറുതെ കുത്തിത്തിരിപ്പും ഇത്ര മോശമായ രീതിക്കൊക്കെ ഒരു വർത്തമാനം പറയാന്ന് പറയുമ്പോൾ എന്താണത്?
അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഒരാളെയും പറയരുത് കേട്ടോ. നമ്മൾ ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോഴേ നമ്മളൊന്ന് ചിന്തിക്കണം, നമുക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം വേറൊരാൾ നമ്മൾ കുറ്റം പറയാം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോഴും ഈ പറയുന്ന കേട്ടിട്ടില്ല, എൻ്റെ അമ്മ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. അത് തീർച്ചയായും നമ്മൾ ഇത് പറയല്ലേ, വേറൊരു രീതിയിൽ നമ്മൾ സങ്കടപ്പെടും. വീട്ടിൽ അമ്മ എപ്പോഴും പറയും, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീട്ടിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കും, വേറെ നമ്മുടെ പക്ഷെ നമ്മൾ അതൊന്നും പറയാനില്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് മാത്രമല്ലേ നമ്മൾ പറയുള്ളൂ. നമുക്ക് ആരും നേരിട്ടൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊന്നും ഒരാളും കുറ്റങ്ങൾ ഒരാളെ പറയരുതില്ലേട്ടാ, മോശമായ രീതിക്ക്. അതും ഇത്രയും മോശമായ രീതിക്കൊന്നും. ഇന്നലെ മറുപടി കൊടുത്തതിന് കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ, കുറേ പേര് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഒരു കുട്ടിയുടെ സംശയമാണ്, എന്താണെന്നറിയോ, എന്താണ് പ്രസിയുടെ സംസാരം ആദ്യത്തെക്കാട്ടിലും ഇപ്പം എൻ്റെ സംസാരം ഇത് ആദ്യത്തെക്കാട്ടിലും ഇപ്പോൾ സംസാരം മാറിയിരിക്കണമെന്ന്. അത് നമ്മൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസമില്ലേ. നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ എങ്ങനെ പറയുക പേടി മാറും. നമ്മുടെ ആദ്യത്തെ വീഡിയോ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് പേടിയില്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാനൊക്കെ ആദ്യമൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ, കാരണം എനിക്ക് പേടിയായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പേടിച്ച് പക്ഷെ അത് ഇതേപോലെ തന്നെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 2ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുറച്ചും കൂടി അറിവാകും, 3ാം ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചും കൂടി അറിവാവില്ലേ. അതുപോലെ നമ്മളിങ്ങനെ ഈ നാട്ടിൻപുറത്ത് നമ്മുടെ സാധാരണക്കാരിയായി ഞാനിങ്ങനെ മാറി വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടാ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ, ഓരോ മാറ്റം വരിക. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ മൈക്കിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തീരെ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഈ ഫോണില് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടി കൊടുക്കാൻ പറ്റില്ല ഏട്ടാ, സൗണ്ട് കൂട്ടി കൊടുക്കാൻ പറ്റും. ക്ലിയർ എങ്ങനെ പറയുക, ഫിൽറ്റർ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ കുരുണ്ട്. ചിലപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് കുരു കാണില്ല, കാണോ? ഫിൽറ്റർ ചെയ്തിട്ട് അത് പോലേട്ടാ. ഇപ്പോൾ വെളിച്ചം കൂട്ടി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓരോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൽ തന്നെ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് പറയും മെല്ലെ സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് വന്നിരുന്ന കമൻറ്റാണ്, പ്രസിയെ കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുക, കേൾക്കണില്ല. ചിലർ ടിവിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് വീഡിയോ ആണത്രേ, അപ്പോൾ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നമ്മൾ സൗണ്ട് അങ്ങനെ വരുന്നതാണ്. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരുപാട് എന്നെ ഇവിടെ വന്ന് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് ബഹളം വെച്ച് സംസാരിക്കണമെന്ന ആളെന്നല്ല, ഞാൻ പതിഞ്ഞ രീതിയിൽ തന്നെ സംസാരിക്കുക എല്ലാവരോടും. അല്ല പെട്ടെന്ന് ഹാവെന്ന് പറഞ്ഞ ബഹളം വെക്കില്ല. മക്കളോടാണല്ലോ കേട്ടോ ഒന്ന് ഒച്ചിടുക. അപ്പോൾ ഇതാണ് കേട്ടോ മാറ്റം. നമ്മുടെ ഈ ഫോണിൽ നമുക്ക് അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്രയോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ ടി വിയിലാണ് കാണുന്നത്, ടി വിയിൽ കാണുമ്പോൾ തീരെ ചിലപ്പോൾ സൗണ്ട് കിട്ടില്ല, കുറച്ചൊന്ന് ഉച്ചത്തിൽ സംസാരിച്ചുകൂടെ എന്നുള്ളത്. അവർ മക്കളെല്ലാവരും പാടെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ ഫോണിലാണ് ഈ സൗണ്ട് കൂട്ടലും കുറയ്ക്കലും ഒക്കെ. അപ്പോഴേ കുറേ കൂട്ടുകാരുടെ ഇതായിരുന്നല്ലോ അല്ലേട്ടാ, കത്രിക വാങ്ങണോ കത്രിക വാങ്ങിയെന്നല്ല. അപ്പോൾ നമ്മൾ കത്രിക വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ നാളെ കാണാം.